Welcome back. So now we are going to discuss the answer key of Abhyaas 3. But Arthashasthra course in the third practice test Abhyaas 3. And the main topic that was covered in this Abhyaas was national income accounting. I hope എല്ലാവരും എഴുതിയിരുന്നോ ഈ ടെസ്റ്റ്? എല്ലാവരും ഈ ടെസ്റ്റ് എഴുതുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. സോ നമുക്ക് സമയം കളയാതെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. First question. Consider the following statements. Net national product factor cost is obtained by subtracting net indirect taxes and depreciation from GNP at market price. So ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തരാൻ കാരണം റീസെന്റ് നമ്മുടെ PSC ഡിഗ്രി ലെവൽ മെയിൻസ് ഒക്കെ നോക്കുമ്പോൾ they are asking purely concept based questions. നമ്മുടെ GDP, GNP, പേഴ്സണൽ ഇൻകം എന്നിങ്ങനെ ഡയറക്ട്ലി കൺസെപ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മെയിൻസിനും പ്രിലിംസിനും ചോദിക്കുന്നുണ്ട് ഫോർ ഡിഗ്രി PSC എക്സാമിന്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us ടു സ്റ്റഡി ദീസ് കൺസെപ്റ്റ്സ് ഇൻ ഡീറ്റെയിൽ. ആൻഡ് ഇത് നമ്മുടെ +2 NCERT ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സ് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദീസ് ഇക്വേഷൻസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞേ? GNP നിന്ന് GNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ദെൻ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. അങ്ങനെ കിട്ടുന്നതാണ് NNP ഫാക്ടർ കോസ്റ്റ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ നമുക്ക് നോക്കാം. വെൻ വി ഡിഡക്ട് depreciation from GNP at market price. എന്താണിത്? What is this? This is NNP at market price. ആണല്ലോ. So GNP നിന്ന് depreciation allowance കുറയ്ക്കുമ്പോൾ we will get net national product at market price. അതിൽ നിന്ന് when we deduct net indirect tax നമുക്ക് എന്ത് കിട്ടും? We will get NNP at factor cost. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. സോ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഫാക്ടർ കോസ്റ്റ് കിട്ടും. നമ്മൾ അന്ന് മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്, അതുപോലെ തന്നെ ബേസിക് പ്രൈസ് ഇവനെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റ് ആണ്. സോ നമുക്ക് കിട്ടി, ഇക്വേഷൻ കിട്ടി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ എക്കണോമി ഈസ് യൂഷ്വലി ലെസ് ദാൻ നോമിനൽ GDP. ഇസ് ഇറ്റ് കറക്റ്റ്? അല്ല. കാരണം എന്താ? നമ്മൾ പറഞ്ഞു when we are measuring GDP we are considering the value of final goods only. ഫൈനൽ ഗുഡ്സിന്റെ വാല്യൂ മാത്രം എടുക്കുന്നത് അല്ലേ? ഫൈനൽ ഗുഡ്സ് ട്രാൻസാക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അതിനു മുന്നേ there are a number of transactions. ഈ പറഞ്ഞ ഫൈനൽ ഗുഡിന് മുന്നേ ഡിഫറെന്റ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് മില്ലറിന് കൊടുത്തു. ആ മില്ലർ വീറ്റ് ഫ്ലോർ പ്രൊഡ്യൂസ് ചെയ്ത് ബേക്കറിന് കൊടുത്തു. ബേക്കർ ഒരു കേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് CCDക്ക് കൊടുത്തു. ആൻഡ് ഈ CCD ആ കേക്ക് കൺസ്യൂമറിന് കൊടുത്തു. ആൻഡ് യു ക്യാൻ സി when we are measuring GDP or nominal GDP we will be considering the value of cake which is sold to the consumer only. പക്ഷേ ടോട്ടൽ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇതിന് മുന്നേ ഉള്ള എല്ലാ ട്രാൻസാക്ഷൻ വരും. ഫാമർ ടു മില്ലർ, മില്ലർ ടു ബേക്കർ, ബേക്കർ ടു CCD, ഇതെല്ലാം വരും. So total value of transaction is usually less അല്ല, more than GDP ആണ്, nominal GDP ആണ്. So answer will be 1 only. ചോദിച്ചത് എന്താണ്? ഏതൊക്കെയാണ് ശരി എന്നാണ്. So
1 only is the right answer. Then second question, which of the following is the tax that is assessed against private individuals or businesses for engaging in activities that create adverse side effects for the society? പറഞ്ഞാണല്ലോ പിഗോവിയൻ ടാക്സ്. ആർതർ സി പിഗോവ് ആണ് ഈ ടാക്സ് പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ഹി സെഡ് ദാറ്റ് നമ്മുടെ ഇൻഡസ്ട്രീസ് ഇതൊക്കെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഈസ് കോസിങ് സം അഡ്വേഴ്സ് സൈഡ് എഫക്ട്. അത് ആളുകൾക്ക് ഹെൽത്ത് ഇമ്പാക്ട് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻവയോൺമെന്റ് ഇമ്പാക്ട് ആവാം. either the health impact for individuals or environment impact ആവാം. സോ അതിനെ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് മേലെ വരുന്ന ഒരു എക്സ്ട്രാ ടാക്സ് ആണെന്ത് പിഗോവിയൻ. സോ പറഞ്ഞുണ്ടല്ലോ ക്ലീൻ എൻവയോൺമെന്റ് സെസ്. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മുന്നേ കോളിന് മേലെ ഉണ്ടായിരുന്ന ക്ലീൻ എൻവയോൺമെന്റ് സെസ് ഒരു പിഗോവിയൻ ടാക്സിന് എക്സാമ്പിൾ ആണ്. Then in the context of Indian economy, consider the following statements. The growth rate of GDP has steadily increased in the last 5 years. The growth rate in per capita income has steadily increased in the last 5 years. So during our class, we have shown the graph. നമ്മൾ ഗ്രാഫ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രോത്ത് റേറ്റ് ഓഫ് ജി ഡി പിയുടെ ഗ്രാഫ് നമ്മൾ കാണിച്ചിരുന്നു. അത് നമുക്ക് കാണാൻ കഴിയും. ജി ഡി പിയുടെ ഗ്രോത്ത് റേറ്റ് ഈസ് നോട്ട് സ്റ്റഡിലി ഇൻക്രീസിങ് അല്ല. എന്താണ്? ഇടയ്ക്ക് വളർച്ച, ഇടയ്ക്ക് തളർച്ച. ഇറ്റ് ഈസ് നോട്ട് സ്റ്റഡി. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? റോങ് ആണ്. സോ യു ക്യാൻ സി ദ ഗ്രാഫ്. ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ജി ഡി പി ഇൻ ദ ലാസ്റ്റ് 5 years എടുക്കുകയാണെങ്കിൽ അത് സ്റ്റഡി അല്ല. പറഞ്ഞ എന്താണ്? സ്റ്റഡിലി ഗ്രോയിങ് എന്നാ പറഞ്ഞത്. ഗ്രോയിങ് ആണോ? അല്ല, ഇടയ്ക്ക് ഡിക്ലൈനിങ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. Then the growth rate in per capita income has steadily increased. ഓഹരി വരുമാനം, ക്യാപിറ്റൽ ഇൻകം, അത് steadily increase ചെയ്യുന്നു. And you can see the graph. This is the graph showing 2013 to 24 വരെയുള്ള per capita income ട്രെൻഡ് ആണ്. So you can see ഇത് എന്താണ്? ഇതും steadily increasing അല്ല. നമ്മുടെ കോവിഡ് ടൈമില് we can see there's a dip. സോ ഒരു കാര്യം അറിഞ്ഞാൽ മതി, കോവിഡ് കൊണ്ട് തന്നെ എക്കണോമിയുടെ എല്ലാ മേഖലയും ഇടിവുണ്ടായി. ജി ഡി പി ആയാലും എന്ത് ആയാലും വി ക്യാൻ സി ദർ വാസ് എ ഡിക്ലൈൻ. സോ ലാസ്റ്റ് 5 years പറയുമ്പോൾ കോവിഡ് വർഷം വരുന്നുണ്ട്, ഇടിവുണ്ട്. സോ യു ക്യാൻ ഹാവ് എ റാഷണൽ ഗസ്. ഒരു റാഷണൽ ഗസ് നിങ്ങൾക്ക് നടത്താം. സോ ആൻസർ എന്താ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. നെയ്തർ 1 nor 2. Then fourth question. All revenues received by central government and loans raised by it are a part of CFI. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ റവന്യൂവും അതുപോലെ ലോണും എങ്ങോട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത്? ടു ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്കാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, പ്രൊവിഡന്റ് ഫണ്ട്, നാഷണൽ ഫണ്ട് ആർ എ പാർട്ട് ഓഫ് മണി, ആർ എക്സാമ്പിൾസ് ഓഫ് മണി കെപ്റ്റ് ഇൻ ദ CFI. ആണോ? പി എഫ് ഫണ്ട് നമ്മൾ പറഞ്ഞാണ്, പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്, നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ഇവയൊക്കെ CFIയുടെ ഭാഗമല്ല, കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഭാഗമല്ല, മറിച്ച് they are a part of public account. So second statement is wrong. So second statement wrong ആണെങ്കിൽ you can eliminate option B and option D. നമുക്ക് 1 ശരിയായി നേരത്തെ കിട്ടി. അപ്പൊ ആൻസർ എന്താണ്? 1 only. സോ സെക്കൻഡ് മാത്രം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലോ 1, 2 നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഈവൻ ദോ 3 അറിയില്ലേ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ആൻസർ കിട്ടും. എന്താണ്? പബ്ലിക് അക്കൗണ്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു ഫെസിലിറ്റേറ്റ് ദ മീറ്റിംഗ് ഓഫ് അർജന്റ് അൺഫോഴ്സിൻ എക്സ്പെൻഡിച്ചർ. ആണോ? പബ്ലിക് അക്കൗണ്ട് അല്ലല്ലോ. എന്താണ്? കണ്ടിജൻസി ഫണ്ടാണ്. കണ്ടിജൻസി ഫണ്ടാണ് പ്രസിഡന്റ് കീഴിൽ വെക്കുന്നത്. സോ തേർഡും തെറ്റാണ്. ആൻസർ ഈസ് 1 only. സോ ഡീറ്റെയിൽഡ് കീ തന്നിട്ടുണ്ട്. You can go through the detailed. Then, when a country is experiencing technical recession, which of the following shall happen in that country? So, നമ്മൾ ബിസിനസ് സൈക്കിൾ പഠിച്ചു, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടായ ടെക്നിക്കൽ റിസഷൻ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഒരു കൺട്രിയിലെ ടെക്നിക്കൽ റിസഷൻ ഉണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് താഴെ തന്നവയിൽ എന്തായിരിക്കാം ഉണ്ടാകുന്നത്?
എന്താ technical recession എന്ന് പറഞ്ഞാൽ? When the growth rate of the country, ഒരു കൺട്രിയുടെ റിയൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ്, ഒരു കൺട്രിയുടെ റിയൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് അടുത്തടുത്ത ക്വാർട്ടറിൽ നെഗറ്റീവ് കാണിക്കുകയാണെങ്കിൽ, സോ നമുക്കറിയാം ജി ഡി പി ഡേറ്റ ഈസ് ലീസ്റ്റ് ക്വാർട്ടർലി ആണ്, Q1, Q2, Q3 ആൻഡ് Q4. അടുത്തടുത്ത വർഷമല്ല, അടുത്തടുത്ത ക്വാർട്ടേഴ്സിൽ ജി ഡി പിയുടെ റിയൽ ജി ഡി പി ഗ്രോത്ത് റേറ്റ് നെഗറ്റീവ് ആവുകയാണെങ്കിൽ we can see it cause technical recession, അല്ലെങ്കിൽ the country is said to be in technical recession. So first time നോക്കൂ, contraction in economic growth in two alternative quarters. അല്ലല്ലോ, alternative quarters അല്ല, അടുത്തടുത്ത ക്വാർട്ടർ ആണ്, കോൺസിക്യൂട്ടീവ് ക്വാർട്ടർ ആണ്. ഫസ്റ്റ് തെറ്റാണ്. Then decrease in nominal GDP in two consecutive quarters. നോമിനൽ ജി ഡി പിയുടെ കാര്യമല്ല പറയുന്നത്, റിയൽ ജി ഡി പിയുടെ കാര്യമാണ്. കാരണം ഗ്രോത്ത് റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് പ്രധാനമായിട്ടും എന്തിനാണ്? റിയൽ ജി ഡി പിയിലാണ്. സോ ഗ്രോത്ത് റേറ്റ് ഈസ് മെയിൻലി മെഷേർഡ്, നമ്മൾ പറയുന്ന ഗ്രോത്ത് റേറ്റ് റിയൽ ജി ഡി പിയിലാണെന്ന് മെഷർ ചെയ്യുന്നത്. സോ നോമിനൽ ജി ഡി പി ഡിക്രീസ് അല്ല. ദെൻ കോൺട്രാക്ഷൻ ഇൻ റിയൽ ജി ഡി പി ഇൻ ടു കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സ്. കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ജി ഡി പി നെഗറ്റീവ് എന്നല്ലേ അർത്ഥം. കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? ജി ഡി പി ചുരുങ്ങി. 100 എന്നുള്ളത് 90 സപ്പോസ് ജി ഡി പി വാല്യൂ 100 ആണെങ്കിൽ അടുത്ത വർഷം 90 അടുത്ത വർഷം 80 വിച്ച് മീൻസ് ജി ഡി പി കോൺട്രാക്ട് ചെയ്തു, ജി ഡി പി ചുരുങ്ങി. സോ കോൺട്രാക്ഷൻ ഇൻ റിയൽ ജി ഡി പി ഇൻ ടു കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സ് ഇസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഫോർ ടെക്നിക്കൽ പൊസിഷൻ. സോ ഫൈനൽ ആൻസർ D. Then 6. Which of the following statements regarding depreciation in the context of national income accounting in India is correct? So ഡിപ്രീസിയേഷനെ പറ്റിയാണ് ചോദ്യം. സോ ഡിപ്രീസിയേഷൻ എന്തായിരുന്നു? ഡിപ്രീസിയേഷൻ മീൻസ് ആനുവൽ അലവൻസ് ഫോർ വെയർ ആൻഡ് ടെയർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്നല്ല പറഞ്ഞേ. നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ വെയർ ആൻഡ് ടെയർ അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആനുവൽ അലവൻസ് ആണ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം എന്ന് പറയുന്നത്. സോ 1. ഡിപ്രീസിയേഷൻ ടേക്സ് ഇൻ ടു അക്കൗണ്ട് അൺഎക്സ്പെക്ടഡ് ഓർ സഡൻ ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാപിറ്റൽ. ഞാൻ എടുത്തു പറഞ്ഞതാണ്, ഡിപ്രീസിയേഷൻ തേയ്മാനം എന്ന് പറയുമ്പോൾ എന്ത് കാണില്ല? സഡൻ ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാപിറ്റൽ, ഒരു കലാമിറ്റി മൂലമോ ആക്സിഡന്റ് മൂലമോ ഉണ്ടാവുന്ന കൺസിഡർ ചെയ്യില്ല. ആൻഡ് ദിസ് ഈസ് മെൻഷൻഡ് ഇൻ ദ NCERT ടെക്സ്റ്റ്. നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് ക്ലിയർലി പറയുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് അൺഎക്സ്പെക്ടഡ് ഓർ സഡൻ ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാപിറ്റൽ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Then if the country is not able to replace the capital stock lost through depreciation, then GDP will fall. ശരിയാണ്. ഒരു കൺട്രിയില് അറിഞ്ഞിരിക്കുക തേയ്മാനം ഉണ്ടാവുന്നു, ഒരു കൺട്രിയിലെ ഗുഡ്സിൽ തേയ്മാനം ഉണ്ടാവുന്നു. സോ തേയ്മാനം ഉണ്ടാകുമ്പോൾ ആ ഗുഡ്സിന് എഫിഷ്യൻസി എന്ത് ചെയ്യാം? ബാധിക്കാം. സോ ഒരു കൺട്രി ഈ തേയ്മാനം കൺസിഡർ ചെയ്തിട്ട് പുതിയ ക്യാപിറ്റൽ ഗുഡ്സ് വന്നില്ലെങ്കിൽ കൺട്രിയുടെ GDP എന്ത് ചെയ്യാം? താഴേക്ക് പോവാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് correct ആണ്. So answer is B, 2 only. Then which of the following needs to be deducted from personal income to obtain personal disposable income? So personal income നിന്ന് എന്തൊക്കെ കുറച്ചാലാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ലഭിക്കുന്നത്? സോ PDI കിട്ടണമെങ്കിൽ PL നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? എന്തൊക്കെയായിരുന്നു? പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ്, ദെൻ നോൺ ടാക്സ് പേയ്മെന്റ്സ്. ഓർമ്മയില്ലേ? സോ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് ടാക്സ് പേയ്മെന്റ്സ്, നോൺ ടാക്സ് പേയ്മെന്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴാണ് വി വിൽ ഒബ്റ്റെയിൻ ദിസ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. സോ ആൻസർ ഈസ് 1 and 4 only. Then ഇവിടെ നോക്കുവാണെങ്കിൽ യു ക്യാൻ സി ദർ ആർ 7 questions ഉണ്ട്, 7 നമ്പർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്പറിംഗ് എറർ ആണ്. സോ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാൻ പറ്റിയില്ലേ? സോ kindly forgive for that. So 7th question once again, which of the following needs to be adjusted to DDP at market price to obtain NNP at market price? ചോദ്യം എന്താണ്? നമുക്ക് വേണ്ടത് എന്താണ്? NNP at market price. So in order to obtain
NNP at market price, GDP at market price. ഇതിനകത്ത് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം? വാട്ട് ഓൾ കമ്പണൻസ് നീഡ് ടു ബി അഡ്ജസ്റ്റഡ്. പക്ഷെ ആഡ് ചെയ്യുക, ഡിഡക്ട് ചെയ്യുക. എന്തൊക്കെ ആഡ് ചെയ്യുമ്പോഴോ ഡിഡക്ട് ചെയ്യുമ്പോഴോ ആണ് നമുക്ക് NNP at market price കിട്ടുന്നത്. സോ ഇത് എന്ത് ചെയ്യാം? നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി അല്ലെങ്കിൽ തിരിച്ചാലോചിക്കാം. NNP at market price എന്ന് പറഞ്ഞാൽ എന്താണ്? GNP at market price മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. ഇനിയും GNP at market price വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് GDP at market price plus NFI ആണ്. So from this we can find that എന്തൊക്കെ ആഡ് ചെയ്തു? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അഡ്ജസ്റ്റ് ചെയ്തു, ദെൻ ഡിപ്രീഷൻ അഡ്ജസ്റ്റ് ചെയ്തു. സോ രണ്ടും അഡ്ജസ്റ്റബിൾ ആണ് എന്ത്? NNP at market price കിട്ടുക. So you can see in order to obtain NNP at market price from GDP at market price we have to adjust net factor income from abroad അതുപോലെ ഡിപ്രീസിയേഷൻ. ഇത് രണ്ടിന്റെ ആവശ്യം വരുന്നില്ല. ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? NNP at market price കിട്ടും. സോ ഇങ്ങനെ ചോദ്യം വരുമ്പോ ഇതിൽ എന്ത് ചെയ്യുക? അഡ്രസ് ചെയ്യും. ദർ ഇസ് എ പ്രോബിലിറ്റി, കാരണം ചോദ്യം നിലവിലെ പാറ്റേൺ അനുസരിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇതിലൊക്കെ എന്ത് ചെയ്യാം? ചോദിക്കാം. സോ ഡിഫറെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്ത് പോവുക. സോ PSC ചോദിക്കുമ്പോൾ അതിനെന്ത് ചെയ്യുക? കൗണ്ടർ ചെയ്യുക. Then 8th question. Net national product at factor cost is obtained by adding net indirect taxes to NNP at market price. So net national product at factor cost എന്ന് പറഞ്ഞാൽ NNP market price minus net indirect tax ആണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? NNP at factor cost is obtained by adding net indirect taxes to NNP at market price. NNP at market price-നൊപ്പം net indirect tax ആഡ് ചെയ്യുമ്പോഴാണോ? അല്ലല്ലോ, ഡക്ട് ചെയ്യുമ്പോഴല്ലേ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് wrong. Then market price of a commodity will be always greater than factor cost. ഇവിടെയാണ് ഒരു കാര്യം വരേണ്ടത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാൻ എന്താണ്? ഫാക്ടർ കോസ്റ്റ്, അതിനൊപ്പം ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യുന്നു, സബ്സിഡീസ് ഡിഡക്ട് ചെയ്യുന്നു. ഇതാണ് എന്ത്? ഈ പറഞ്ഞ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞത്. സോ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഫാക്ടർ കോസ്റ്റിനൊപ്പം ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യുന്നു, ദെൻ സബ്സിഡീസ് ഡിഡക്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ പറഞ്ഞ എന്താണ്? മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ഫാക്ടർ കോസ്റ്റിനേക്കാൾ മേലെയാണ്. ഇവിടെ നോക്കുക, മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ഏതൊക്കെയാ? ഫാക്ടർ കോസ്റ്റ്, ഇൻഡയറക്ട് ടാക്സ്, സബ്സിഡീസ്. ദീസ് ആർ ദ 3 entities which influence the market price. ഇതിന് സബ്സിഡീസ് എന്ന കമ്പണന്റ് വൻതോതിൽ ഉയരുകയാണെങ്കിൽ എന്ത് പറ്റും? ഫാക്ടർ കോസ്റ്റിനേക്കാൾ താഴെയായി മാർക്കറ്റ് പ്രൈസ് മാറാം. ഫോർ എക്സാമ്പിൾ, യൂറിയയുടെ കേസ് എടുക്കുക. ഫെർട്ടിലൈസർ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് പ്രൊവൈഡിങ് ലോട്ട് സബ്സിഡീസ് ടു ഫെർട്ടിലൈസേഴ്സ്. നമ്മൾ കണ്ടു, ഫുഡ് സബ്സിഡി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത് എന്തിനാണ്? ഫെർട്ടിലൈസറിനാണ്. സോ ഇവിടെ നോക്കൂ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഫെർട്ടിലൈസർ ഈസ് വെരി ലോ compared to the factor cost. അതിന് കാരണം എന്താ? The subsidy component given by the government is very high for fertilizer. നമ്മുടെ ഫെർട്ടിലൈസറിന് നമ്മൾ സർക്കാർ കൊടുക്കുന്ന സബ്സിഡി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ രണ്ട് കമ്പണിനേക്കാൾ താഴെ ആയിരിക്കും എന്ത്? സോറി, ഈ രണ്ട് കമ്പണിനേക്കാൾ കൂടുതലാണ് എന്ത്? സബ്സിഡീസ്. അങ്ങനെ വരുമ്പോ മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റിനേക്കാൾ താഴെ പോകും. ഓക്കെ, സോ ഇവിടെ പറഞ്ഞ എന്താണ്? മാർക്കറ്റ് പ്രൈസ് will be always greater എന്നാണ്. അല്ല, നമ്മുടെ ഇതുപോലെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ whenever you are seeing these extreme statements like always greater എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ continuously increasing എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ, you have to be very cautious.
ഒന്നുകൂടെ ഇരുത്തി വായിക്കുക. ആ സ്റ്റേറ്റ്മെന്റിനെ ഒന്നുകൂടെ വിശദമായിട്ട് നോക്കുക. ആൻഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള അസംഷൻസ് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതിനെ നെഗേറ്റ് ചെയ്യാൻ പറ്റൂല്ലോ നോക്കുക. സോ യു ക്യാൻ സി ഇൻകറക്റ്റ് ചോദിച്ചാൽ ബോത്ത് 1 and 2 ആർ ഇൻകറക്റ്റ്. Then which of the following steps is most likely to be taken at the time of an economic recession? ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുമ്പോൾ സർക്കാർ താഴെത്തന്നവയിൽ ഏത് സ്റ്റെപ്പ് ആയിരിക്കാം എടുക്കാൻ ചാൻസ് ഉള്ളത്? മോസ്റ്റ് ലൈക്ലി ടു ബി ടേക്കൺ. ഫസ്റ്റ്, കട്ട് ഇൻ ടാക്സ് റേറ്റ്സ് accompanied by increase in interest rate. ഇവിടെ നോക്കുക, സർക്കാർ ടാക്സ് കട്ട് ചെയ്യുന്നു, അത് നല്ല കാര്യമാണ്. കാരണം എന്താ, കമ്പനികളെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കും. എന്നാൽ ആ സമയത്ത് ഗവൺമെന്റ് എന്ത് കൂടുകയാണ്, ഇൻട്രസ്റ്റ് റേറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ്, അതായത് വിപണിയിലുള്ള പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കുകയാണ്. സോ ടാക്സ് കട്ട് മൂലമുള്ള ബെനിഫിറ്റിനെ ഇൻക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ് നെഗേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ചെയ്യല്ല. Then C നോക്കൂ, increase in tax rate accompanied by reduction in interest rate. എന്താ ഉദ്ദേശിക്കുന്നത്? ടാക്സ് റേറ്റ് കൂട്ടുന്നു, ഓർത്ത് നോക്കുക, ഓൾറെഡി ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ആ സമയത്താണ് ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഇനി നിങ്ങളുടെ കയ്യിലുള്ള പൈസ എന്ത് ചെയ്യുക, ഞാൻ ഇനി എടുക്കുകയാണ്, കമ്പനിയുടെ കയ്യിലുള്ള പൈസ അധികം എടുക്കുകയാണ്. ഗവൺമെന്റ് ഈസ് ക്യാപ്ചറിങ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഈസ് എന്താണ് taking more money from the company as tax. So ആ ഇൻവെസ്റ്റ്മെന്റ് എന്താ നടക്കില്ല. ടാക്സ് കുറച്ചാൽ പോലും, ഈ ഒരു ടാക്സ് ഇൻട്രസ്റ്റ് കുറച്ചാൽ പോലും ആ ഇൻട്രസ്റ്റിന്റെ ബെനിഫിറ്റ്, ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന ബെനിഫിറ്റ് ടാക്സ് ഹൈക്ക് മൂലം ഇല്ലാണ്ടാവും. Then D, reduction of expenditure on public projects. സർക്കാർ പ്രൊജക്ട്സിൽ ഉള്ള എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതുമല്ല, കാരണം എന്താ, GDP പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല റിഡക്ഷൻ ഇൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. കാരണം നമുക്കറിയാം C+I+G+X-M GDP. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ GDP പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. റിഡക്ഷൻ ഇൻ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ ഈ G കുറയല്ലേ, പിന്നെ പറ്റുന്ന ഏതാണ്, കൂട്ടുക. ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രൊജക്ട്സ്. സോ B is the most likely measure. നമ്മൾ കണ്ടു, നമ്മുടെ ഗവൺമെന്റ് ഡ്യൂറിംഗ് കോവിഡ് ടൈം ഹാസ് ഇനിഷ്യേറ്റഡ് റിലീഫ് പാക്കേജ് ലൈക്ക് ആത്മനിർഭർ ഭാരത് പാക്കേജ്. അതിന്റെ ഭാഗമായിട്ട് എക്സ്പെൻഡിച്ചർ വൻതോതിൽ ഇൻക്രീസ് ചെയ്തിരുന്നു. സോ B is the right answer. Then which of the following terms describe the best regarding the annual allowance for wear and tear of capital goods that is adjusted in national accounting? ഏതാണ്? Depreciation. We already discussed that. Answer is B. Then consider the following statements regarding indirect tax. It is a tax which is commonly levied on the income of individuals and profits of business enterprise. ആണോ? വ്യക്തികളുടെ ഇൻകത്തിന് മേലെയും കമ്പനിയുടെ ലാഭത്തിന് മേലെയും വരുന്ന ടാക്സ് ഇതാണ്. ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ടാക്സ് ആണ്, പ്രത്യക്ഷ നികുതിയാണ്. So first statement is wrong. GST is a unified indirect tax. ശരിയാണ്, നമ്മൾ കണ്ടതാണ്. GST ഒരു വൺ നേഷൻ വൺ മാർക്കറ്റ് വൺ ടാക്സ് അല്ലെ, ഒരു രാജ്യം ഒരു വിപണി ഒരു നികുതി എന്നൊരു ആശയം മുന്നോട്ട് വെക്കുന്ന ടാക്സ് ആണ്. സോ ഇറ്റ്സ് എ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ആൻസർ ഈസ് ടു ഓൺലി. Then despite being a high saving economy, capital formation may not result in significant increase in output due to. അതായത് ഒരു എക്കണോമിയിൽ സേവിങ് നടക്കുന്നുണ്ട്, പറഞ്ഞാൽ എന്താണ്, ഒരു എക്കണോമിയിൽ സേവിങ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും കൺട്രിയിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എപ്പോ? when there is high capital output ratio. നമ്മൾ പറഞ്ഞിരുന്നു, capital, the amount of additional capital to produce one extra output, അതാണ് എന്ത്, capital output ratio. And ഒരു കൺട്രിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, it is
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഒരു കൺട്രിയുടെ ഗ്രോത്ത് ഡിപ്പെൻസ് ഓൺ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇഫ് ദിസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ താഴേക്ക് പോകുമ്പോൾ, അത് കുറയുമ്പോൾ, ഈ പറഞ്ഞ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ലോ ആകുമ്പോൾ ഗ്രോത്ത് എന്ത് ചെയ്യും? കൂടും. വെൻ ദിസ് ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ഹൈ ആകുമ്പോൾ ഗ്രോത്ത് എന്ത് ചെയ്യും? താഴേക്ക് പോകും. സോ യു ക്യാൻ സി, ഒരു കൺട്രിയില് ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണെങ്കിൽ it negates the other benefits in the economy. അതായത് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടായി, സേവിംഗ് ഉണ്ടായി, അതുമൂലം ഒരു വളർച്ച കൈവരിക്കണമെന്ന് പറഞ്ഞു. സോ ആൻസർ ഈസ് എ, ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. Then with reference to Gini coefficient, which of the following statements is or are correct? Gini coefficient range -1 to 1 ആണോ? അല്ല, it is 0 to 1 ആണ്. അതുപോലെ the Gini coefficient of 1 indicates perfect equality. അല്ല, 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർഫെക്റ്റ് ഇനിക്വാലിറ്റി ആണ്. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഇക്വാലിറ്റി ആണ്. സോ Gini coefficient 0 ആണെങ്കിൽ ക്വാളിറ്റിയും, 1 ആണെങ്കിൽ ഇനിക്വാലിറ്റി ആണ്. സോ സെക്കൻഡ് ഈസ് ഓൾസോ wrong. Then India's Gini coefficient value has declined post liberalization. 1991 ശേഷം ഇന്ത്യയില് Gini coefficient വാല്യൂ കുറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യയില് ഇക്വാലിറ്റി വർദ്ധിച്ചു എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ശ്രദ്ധിച്ചു വെക്കണം, ഈ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചു വെക്കണം. ഇന്ത്യാസ് Gini coefficient വാല്യൂ ഹാസ് ഡിക്ലൈൻഡ് എന്ന് പറയുമ്പോൾ 0 to 1 ആണ് റേഞ്ച്. ഇന്ത്യയുടെ Gini coefficient വാല്യൂ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? ഇക്വാലിറ്റി ഇൻ ദ കൺട്രി ഇൻക്രീസ് എന്നർത്ഥം ആണോ? അല്ല. നോക്കുവാണെങ്കിൽ പോസ്റ്റ് ലിബറലൈസേഷൻ, പോസ്റ്റ് LPG റിഫോംസ്, Gini coefficient വാല്യൂ ഇൻക്രീസ് ചെയ്യുകയുണ്ടായത്. ഇറ്റ് ഹാസ് നോട്ട് ഡിക്രീസ്ഡ്, ബട്ട് ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ്, റിസൾട്ടിങ് ഇൻ ഹൈ ഇനിക്വാലിറ്റി. ഇനിക്വാലിറ്റിയിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, 1% of wealth in India is held by the 50%. 1% of rich in India is keeping almost more than 50% of India's wealth. ഇന്ത്യയുടെ സ്വത്തിന്റെ 50% മേലെ ഹോൾഡ് ചെയ്യുന്ന ആരാ? ഇന്ത്യയിലെ 1% റിച്ച് പോപ്പുലേഷൻ ആണ്. സോ 3യും തെറ്റാണ്. ആൻസർ ഈസ് none of these are. And there is an explanation. ഇതിന്റെ വാല്യൂ ഒക്കെ പറയുന്നുണ്ട്. കൈൻഡ്ലി ഗോ ത്രൂ ദാറ്റ് ഫിഗർ. ആ ഫിഗർ ഒക്കെ ഒന്ന് നോക്കി പോവാ. 0.45 ആയിരുന്നു, അത് 0.51 ആയിട്ട് 2030 ഹൈക്ക് ചെയ്യുന്നുണ്ട്. എന്ത്? Gini coefficient വാല്യൂ, വിച്ച് മീൻസ് ഡിക്ലൈൻ അല്ല, ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത് Gini coefficient. Then GDP plus NFIA is equal to, ഇത് നമ്മുടെ PSC യുടെ ക്വസ്റ്റ്യൻ ആണ്, +2 ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ GDP plus NFIA എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം GDP ക്ക് ആഡ് ചെയ്യുമ്പോൾ we will get GNP. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Then GST is which of the following type of tax? പഠിച്ചാണല്ലോ, it's an indirect tax. This is also a previous question. Indirect tax. Then the term national income represents, ഇതൊരു UPSC ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഫ്രം ദിസ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് you have to choose the most appropriate figure. So national income എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞേ? It is NNP factor cost. ഓർമ്മയല്ലേ? NNP factor cost ആണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ. NNP at factor cost. NNP at factor cost. Obtain ചെയ്യണമെങ്കിൽ we need to find NNP at market price. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കണം. then സബ്സിഡീസ് ആഡ് ചെയ്യണം. then ഇത് കിട്ടണമെങ്കിൽ we need to deduct GNP at market price നിന്ന് depreciation കുറയ്ക്കണം. and you can see this is given as C option. From GNP at market price minus depreciation and indirect tax. GNP at market price നിന്ന് ആദ്യം എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. നമുക്ക് എന്ത് കിട്ടും? NNP at market price കിട്ടും.
അതിൽ നിന്ന് ഇൻഡയറക്ട് ടാക്സ് കൂടെ കുറയ്ക്കുകയാണ്. ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുന്നു. ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കുന്നു. അതിനൊപ്പം സബ്സിഡീസ് ആഡ് ചെയ്യുക. ഇഫ് യു നോ ദ ഇക്വേഷൻ ഓഫ് NNP ഫാക്ടർ കോസ്റ്റ്, ദിസ് ഈസ് ലൈക്ക് എ കേക്ക് വാക്ക്. സോ ആൻസർ എന്താ? സി ആണ്. Then of the following which is not true about estimation of personal disposable income? ഇത് പ്രീവിയസ് ഇയർ KPSC ഡിഗ്രിയിലെ ക്വസ്റ്റൻ ആണ്. ഡിഗ്രിയിലെ ചോദിച്ചതാണ്. സെയിം ക്വസ്റ്റൻ ആണ്, അതേപോലെ കോപ്പി ചെയ്തതാണ്. സോ പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകത്തിനെ പറ്റി ചോദ്യമാണ്. ചോദ്യം എന്താണ്? The following is not true. തന്നവയിൽ PDI-യുമായി ബന്ധപ്പെട്ട്, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് കാര്യം ചോദിച്ചേക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് റീറ്റെയിൻഡ് പ്രോഫിറ്റ് ആൻഡ് എക്സ്ക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. സോ നോക്കുക, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത്? ഫ്രം പേഴ്സണൽ ഇൻകത്തിൽ നിന്നാണ്, അല്ലേ? വി ആർ ഒബ്റ്റൈനിങ് പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം ബൈ ഡിഡക്റ്റിംഗ് പേഴ്സണൽ ടാക്സ്, അതുപോലെ നോൺ ടാക്സ്. ഇവ രണ്ടും കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണെന്ത്? പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. From personal income, if we deduct non-tax payments and personal tax payments, we will get personal disposable income. And ഈ പേഴ്സണൽ ഇൻകത്തിനകത്ത് നമ്മൾ കണ്ടു, നാഷണൽ ഇൻകത്തിൽ നിന്ന് കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ ആഡ് ചെയ്യും. ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റിഡക്ട് ചെയ്യും. ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സോ നോക്കുക, personal disposable income, it includes retained profit and excludes transfer payment എന്നാ പറഞ്ഞത്. നമ്മൾ കണ്ടു, പേഴ്സണൽ ഇൻകം എടുക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം മൈനസ് കോർപ്പറേറ്റ് ടാക്സ് മൈനസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ്. സോ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സണൽ ഇൻകത്തിൽ സത്യം പറഞ്ഞാൽ ആഡ് ചെയ്യപ്പെടുവാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? എക്സ്ക്ലൂഡ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. സോ യു ക്യാൻ സി, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താ? PDI എടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള പേഴ്സണൽ ഇൻകത്തിനകത്ത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ ട്രാൻസ്ഫർമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എക്സ്ക്ലൂഡ്സ് അല്ല, അതിനകത്ത് ട്രാൻസ്ഫർമെന്റ് എന്താ? ആഡ് ചെയ്തേക്കാണ്. അതുപോലെ റീറ്റെയിൻഡ് പ്രോഫിറ്റ് അഥവാ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നേ? അല്ലല്ലോ. നാഷണൽ എന്ത് ചെയ്തേ? നമ്മള് കുറയ്ക്കുക ചെയ്തേ. ഫ്രം നാഷണൽ ഇക്വേഷൻ വി ഡിഡക്റ്റഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓർ റീറ്റെയിൻ പ്രോഫിറ്റ്. സോ 1 തെറ്റാണ്. സോ 1 തെറ്റാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഓപ്ഷൻ എ, ഓപ്ഷൻ സി, ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ബാക്കി രണ്ടും എന്താ? 1 ഇല്ല. സോ യു ക്യാൻ എലിമിനേറ്റ് ബി ആൻഡ് ഡി. സോ യു ആർ റെസ്റ്റ് വിത്ത് ഓൺലി 2 ഓപ്ഷൻസ്. എയും ഉണ്ട്, സി ഉണ്ട്. Then 2 നോക്കൂ, ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെന്റ് ബട്ട് എക്സ്ക്ലൂഡ്സ് റെന്റ് ആൻഡ് ഇൻട്രസ്റ്റ്. ഫസ്റ്റ് പോയിന്റ് ശരിയാണ്. പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകത്തിന്റെ ഭാഗമായ പേഴ്സണൽ ഇൻകത്തില് എന്ത് വരുന്നുണ്ട്? ട്രാൻസ്ഫർ പേയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഈസ് കറക്റ്റ്. പക്ഷെ റെന്റും ഇൻട്രസ്റ്റും എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈ റെന്റും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫാക്ടർ പേയ്മെന്റ്സ് ആണ്. ഇത് എവിടെ വരുന്നതാണ്? നമ്മുടെ നാഷണൽ ഇൻകത്തിനകത്ത് വരുന്നതാണ്. സോ നമ്മൾ പേഴ്സണൽ ഇൻകം എടുക്കുമ്പോൾ നാഷണൽ ഇൻകത്തിൽ നിന്നാണ് എന്ത് നമ്മൾ കുറച്ചത്? എന്തൊക്കെ കുറച്ചത്? കോർപ്പറേറ്റ് ടാക്സ്. ദെൻ ജസ്റ്റ് എ മിനിറ്റ്, when we are taking personal income, നമ്മൾ നാഷണൽ ഇൻകത്തിൽ നിന്ന് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചു, then undistributed profit കുറച്ചു, then net interest payment of household കുറച്ചു, then transfer payment ആഡ് ചെയ്തു. സോ ഈ പറഞ്ഞ നാഷണൽ ഇൻകത്തിനകത്ത് എന്തുണ്ട്? റെന്റും ഇൻട്രസ്റ്റും ഉൾപ്പെടുന്നതാണ്. അപ്പൊ എക്സ്ക്ലൂഡ്സ് ആണോ? അല്ല, ഇൻക്ലൂഡ്സ് ആണ്. സോ ആ പോർഷൻ തെറ്റാണ്. സോ 1 തെറ്റാ, നോട്ട് ട്രൂ ആ. 2 തെറ്റാ. സോ 1ഉം 2ഉം തെറ്റാന്ന് അറിയാമെങ്കിൽ യു ക്യാൻ ഗോ ടു ദ ഓപ്ഷൻ. നോക്കൂ, ഓപ്ഷൻ നോക്കുമ്പോ 2 ഉള്ളത് ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. എയും സിയും മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതിൽ അവശേഷിച്ച് 2 ഉള്ളത്
ഇത് മാത്രമേ ഉള്ളൂ, സിയിലേ ഉള്ളൂ. ബാക്കി രണ്ടും നോക്കാതെ തന്നെ, 3 ഉം 4 നോക്കാതെ തന്നെ യു ക്യാൻ മാർക്ക് സി ആസ് ആൻസർ. കാരണം എന്താ, ഫസ്റ്റ് തെറ്റാന്ന് അറിഞ്ഞപ്പോ വി ഹാവ് എലിമിനേറ്റഡ് ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി. അത് കഴിഞ്ഞ് 2 നോക്കിയപ്പം 2 തെറ്റെന്ന് മനസ്സിലായി, എന്നാൽ എയ്ക്ക് അതില്ല. സോ നമ്മൾ എന്താ, എ എലിമിനേറ്റ് ചെയ്തു. ബാക്കി എന്തേ ഉള്ളൂ, സി എ ഉള്ളൂ. 1, 2 and 3 ആർ റോങ്. ഇനി നോക്കൂ, 3 നോക്കൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ടാക്സ് ബട്ട് എക്സ്ക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ആണോ? പേഴ്സണൽ ഡിസ്പോസൽ ഇൻകത്തിനകത്ത് പേഴ്സണൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. സോ വി ക്യാൻ സി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ 1 ഉം 2 ഉം 3 ഉം തെറ്റാണ്. Then 4 നോക്കൂ. ഇറ്റ് എക്സ്ക്ലൂഡ്സ് പേഴ്സണൽ ടാക്സ് ആൻഡ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ഫർ പേയ്മെന്റ്. ശരിയാണ്. പേഴ്സണൽ ടാക്സ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു, ട്രാൻസ്ഫർ പേയ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1 ഉം 2 ഉം 3 ഉം തെറ്റാണ്. സോ ആൻസർ എന്താ? നോട്ട് 2 എന്ന് പറയുമ്പോൾ only 1, 2 and 3. കണ്ടോ? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് PSC ഇപ്പൊ ചോദിച്ചു വരുന്നത്. സോ യു ഹാവ് ടു ബി വിജിലന്റ് ഓൺ ദാറ്റ് ഇക്വേഷൻസ്. Then consider the statements regarding GDP of country. The first statement, potential GDP. So ഞാൻ ക്ലാസ്സിൽ പറയാത്തൊരു ടേം ആയിരുന്നു പൊട്ടൻഷ്യൽ GDP. പക്ഷെ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്, പൊട്ടൻഷ്യൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ GDP of a country, or it is the GDP that a country can obtain by fully employing the factors of production. ഒരു കൺട്രിയുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പൂർണ്ണമായും എംപ്ലോയ് ചെയ്ത് അവരെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ഒരു കൺട്രിക്ക് എത്രമാത്രം GDP അച്ചീവ് ചെയ്യാൻ കഴിയും? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ കൺട്രി? അതാണെന്ത് പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത്. സോ പൊട്ടൻഷ്യൽ GDP ഈസ് ദ റിയൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് that can be produced when a country's factor of production are fully employed. First statement is correct. And you have to study the definition. ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ GDP യുടെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക. That is also an expert question. ചോദിക്കാം, ഡിഫൈൻ പൊട്ടൻഷ്യൽ GDP എന്ന ചോദ്യം വരാം. ഒരു പ്രീവിയസ് UPSC ക്വസ്റ്റൻ ആണിത്. ഒരു പ്രീവിയസ് UPSC മെയിൻസ് ക്വസ്റ്റൻ ആണ് പൊട്ടൻഷ്യൽ GDP പറ്റി. സോ വി കൻ എക്സ്പെക്ട്, അതുപോലെ മെയിൻസ് KS മെയിൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്. Then potential GDP is determined by economy's productive capacity, which depends upon inputs available and economy's technical efficiency. ശരിയാണ്. So when you hear this term, അറിയില്ലെങ്കിൽ പോലും ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. അത് തെറ്റാണ് ചാൻസ് നോക്കുക. ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ഇൻകറക്റ്റ്? അത് തെറ്റാൻ എന്താണ് ചാൻസ്? എന്തുകൊണ്ട് ശരിയാവുന്നില്ല എന്ന് ചിന്തിക്കുക. എന്തുകൊണ്ട് ശരിയാന്നല്ല, മറിച്ച് എന്തുകൊണ്ട് തെറ്റാവാന്ന് ചിന്തിക്കുക. ഫസ്റ്റ് ടൈം പറഞ്ഞ എന്താ, ഒരു കൺട്രിയുടെ മൊത്തം എത്ര അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. ഓക്കെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ എന്താ, ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ കൺട്രീസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ദ കൺട്രി ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ. സോ ഒരു കൺട്രിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ കൺട്രിയിലെ ഇൻപുട്സും അതുപോലെ ആ കൺട്രിയുടെ എഫിഷ്യൻസിയുമാണ്, ആ കൺട്രിയിലുള്ള ടെക്നോളജി എഫിഷ്യൻസിയുമാണ്. ശരിയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ്. Then if the country is not able to replace the capital stock lost to depreciation, GDP will fall. നേരത്തെ പറഞ്ഞാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഒരു കൺട്രി ഡിപ്രിസിയേഷൻ മൂലമുണ്ടായ നഷ്ടം നികത്തിയില്ല എങ്കിൽ അതിന്റെ GDP എന്ത് ചെയ്യും, ഫോൾ ചെയ്യും. സോ ഇത് ശരിയാണ്. So you can see all the three statements are, they have to go through the definition which is given in the note. നിങ്ങൾ ആ നോട്ടിലുള്ള ഡെഫിനിഷൻ വായിക്കുക, ആ കണ്ടന്റ് എന്ത് ചെയ്യുക, വായിക്കുക. Then national income measures the productive power of an economy in a given period to turn out goods and service for final consumption. ആണല്ലോ നാഷണൽ ഇൻകം ഓരോ രീതി ഡിഫൈൻ ചെയ്യാം. സോ നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻകം ഈസ് മെഷറിംഗ് ദ എക്കണോമിക് ആക്ടിവിറ്റി ഓഫ് എ കൺട്രി ആണ്. ഒരു കൺട്രിയുടെ പ്രൊഡക്റ്റീവ് പവർ ആണെന്ത്, ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ഹിയർ യു ക്യാൻ സി the first statement is also correct. First statement എന്താ, ശരിയാണ്. The national income is a stock variable, while national wealth is a flow variable. So towards the end of the session of national income accounting, we have discussed the concept of stock and flow. Flow എന്ന് പറഞ്ഞാൽ എന്താ,
over a period of time when we are measuring a value. ഒരു വാല്യൂവിനെ നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈം മെഷർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫ്ലോ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഓഫ് ടൈം മെഷർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റോക്ക്. നാഷണൽ ഇൻകം എന്താണ്? ഒരു ഫ്ലോ വേരിയബിൾ ആണ്. ഓവർ പീരീഡ് ഓഫ് ടൈം ആണ് മെഷർ ചെയ്യുന്നത്. നാഷണൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ ആണ്. കാരണം എന്താ? അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ആണ് മെഷർ ചെയ്യുന്നത്. സോ ഇത് തിരിച്ചുപോയി. സോ നാഷണൽ ഇൻകം ഇസ് എ ഫ്ലോ, national wealth is a stock. So I am taking few more minutes so that we can complete the discussion. So I know time high, so kindly resume the session. So next, which of the following can be considered as measures of economic stimulus? താഴെ തന്നവയിൽ എന്താണ് സാമ്പത്തിക ഉത്തേജക പാക്കേജ് അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റിമുലസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇഷ്യൂവൻസ് ഓഫ് ലോൺസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ കണ്ടിരുന്നു കോവിഡ് കാലത്ത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തു. RBI ഇനിഷ്യേറ്റീവ് എടുത്തു. സോ ലോ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോൺ ഇഷ്യൂ ചെയ്തത് എക്കണോമിയിലേക്കുള്ള മണി സപ്ലൈ വർദ്ധിക്കുകയും അതുവഴി നമ്മുടെ എക്കണോമിയിൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നു, ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുന്നു. അങ്ങനെ ഒരു ഗ്രോത്തിലേക്ക് നയിക്കാം, അല്ലെങ്കിൽ എക്കണോമി റിവൈവലിലേക്ക് നയിക്കാം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദെൻ ഇൻക്രീസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ലോൺസ് ആണോ? ഒരു എക്കണോമിക് സ്റ്റിമുലസ് പാക്കേജ് എന്നാ പറഞ്ഞത്. വിച്ച് മീൻസ് എക്കണോമിയെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുകയാണ്, താഴെ കിടന്ന എക്കണോമിയെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുകയാണ്, എക്കണോമിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്, പുഷ് ചെയ്യുവാണ്. സോ ലോണിന് മേലെ ഇൻട്രസ്റ്റ് ഹൈക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ ലോൺ എടുക്കുവോ? ഇല്ല. കാരണം എന്താ? ഉയർന്ന പലിശ നിരക്കാണ്. സോ ഇറ്റ് ഈസ് നോട്ട് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ടു ബോറോ മണി. സോ എന്താ? Increasing rate of loan is not a measure of economic stimulus. 2 ഇല്ല. Then raising direct tax. Direct tax എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇതൊക്കെ ഉയർത്തുമ്പോൾ ആൾക്കാരുടെ കയ്യിലുള്ള പർച്ചേസിംഗ് പവർ കുറയും. അതുപോലെ കമ്പനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മോട്ടിവേഷനും കുറയും. സോ അതും എന്താണ്? എക്കണോമിക് സ്റ്റിമുലസ് എന്ന് പറയാൻ കഴിയില്ല. സോ 3യും ഇല്ല. Then 4, increasing credit support to MSMEs. നോക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മനിർഭർ ഭാരത് പാക്കേജിനകത്ത് MSMEകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ ഫോക്കസ് ഗവൺമെന്റ് നൽകിയിരുന്നു. അവർക്ക് വേണ്ടിയുള്ള ലോണ് ലഭിക്കാനായിട്ടുള്ള മെഷേഴ്സ് ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി MSMEകൾക്ക് എടുക്കുന്ന ലോണുകൾക്ക് ഗവൺമെന്റ് ഒരു ഗ്യാരണ്ടിയറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. സോ 4 ഉണ്ട്. സോ 1 and 4 ആർ എക്കണോമിക് സ്റ്റിമുലസ് മെഷേഴ്സ് നമുക്ക് കാണാം. Then consider following statements. 21 ആണ്. If the GDP of a country is rising, the welfare of the country always rises. ഒരു കൺട്രിയുടെ GDP വർദ്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കൺട്രിയിലെ വെൽഫെയർ എപ്പോഴും വർദ്ധിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സപ്പോസ് ഒരു കൺട്രിയിൽ ആറ്റം ബോംബും മെഷീൻ ഗണ്ണും വെപ്പൺസ് ഒക്കെ നിർമ്മിക്കുകയെന്ന് വെച്ചു. അങ്ങനെ നിർമ്മിക്കുന്ന കൺട്രിയിൽ GDP കാണും, ഗ്രോത്ത് കാണും. പക്ഷെ ആളുകൾ ക്ഷേമം ഉണ്ടെന്ന് പുറത്താൻ കഴിയുമോ? ഇല്ല. സോ 1 തെറ്റാണ്. So you can correlate with the current events. ഇപ്പൊ നടക്കുന്ന പല ഇവന്റ്സുമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും കോറിലേറ്റ് ചെയ്യാം. Then second statement, if barter exchanges are prevailing in a country, there is overestimation of GDP. എന്താണ് ബാർട്ടർ സമ്പ്രദായം? അറിയാലോ നമുക്ക്. ബാർട്ടർ സമ്പ്രദായം ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് മെക്കാനിസം ആണ്. ആൾക്കാർ സാധനം വിൽക്കില്ല, അതിന് പകരം പരസ്പരം കൈമാറും. നമ്മൾ താലം കൈമാറുന്ന കണ്ടില്ലേ മറ്റേ സിനിമയ്ക്കകത്ത്? സോ എന്താണ്? പരസ്പരം കൈമാറും. കമ്മോഡിറ്റി. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. കമ്മോഡിറ്റി ടു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് സിസ്റ്റം എന്നാണ് പറയുന്നത്. ആൻഡ് ഒരു കൺട്രിയിൽ ബാർട്ടർ സിസ്റ്റം പ്രിവെയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താ? വിൽപ്പന നടക്കുന്നില്ല. There is no sale of goods. There is no economic transaction which can be recorded. ഇവിടെ എന്താ നടക്കുന്നത്? എക്സ്ചേഞ്ച് മാത്രമാണ്. ഉൽപ്പന്നങ്ങൾ എക്സ്ചേഞ്ച് ആണ്. So it is difficult to monetize this exchange. It is difficult to monetize this transaction. So we can see ഈ പറഞ്ഞ ഒരു കൺട്രിയിൽ ബാർട്ടർ സിസ്റ്റം പ്രിവെയിൽ ചെയ്യുകയാണെങ്കിൽ ഓവർ എസ്റ്റിമേഷൻ അല്ല, മറിച്ച് GDP അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടും. There is no over estimation, മറിച്ച് there will be underestimation of GDP ഉണ്ടാവുന്നത്. കാരണം എന്താ? GDP കുറച്ച് കാണിക്കും. കാരണം എന്താ? നിലവിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നില്ല.
സപ്പോസ് 100 ട്രാൻസാക്ഷൻ ഉണ്ട് എക്കണോമിയിൽ, അതിൽ 50 എണ്ണവും ബാർട്ടർ സിസ്റ്റമാണ്, 50 എണ്ണം മാത്രമാണ് എന്ത് മാർക്കറ്റ് നടക്കുന്നത്. ഇത് രേഖപ്പെടുത്താൻ കഴിയും. ദിസ് ക്യാൻ ബി അക്കൗണ്ടഡ്. എന്നാൽ ബാക്കിയുള്ള ബാർട്ടർ സിസ്റ്റം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അക്കൗണ്ടഡ്. സോ എന്താ GDP അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടും. സോ ഓവർ എസ്റ്റിമേഷൻ അല്ല, അണ്ടർ എസ്റ്റിമേഷൻ ആണ്. ദിസ് ഇസ് ആൾസോ സ്റ്റേറ്റ്മെന്റ് ഫ്രം NCERT. നമ്മുടെ +2 NCERT സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. സോ ചോദ്യം ഇൻകറക്റ്റ് ആയി ചോദിച്ചാൽ both 1 and 2 are incorrect. Then ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് KPSCയുടെ. Direct taxes are those taxes in which impact is on one person, incidence is on other person. അല്ലല്ലോ, ഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻസിഡൻസും ഇമ്പാക്റ്റും ഒരേ വ്യക്തിയിലാണ്. ഇൻകം ടാക്സ് എക്സാമ്പിൾ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. Indirect taxes are those in which impact or incidence are on same person. അല്ല, ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുമ്പോൾ GST എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ഇമ്പാക്റ്റും ഇൻസിഡൻസും ഒരു വെവ്വേറെ വ്യക്തിയിലാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. The burden of indirect taxes can be shifted. ശരിയാണ്, നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ ഞാനൊരു കടയിൽ സാധനം വാങ്ങിച്ചു, എന്റെ പോയിന്റ് ടാക്സ് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ സെയിം സാധനം ഞാൻ നന്ദകുമാർ കൊടുത്തു, അല്ലെ വേറെ ആൾക്ക് കൊടുത്തു. സോ സാറ് എനിക്ക് പൈസ തന്നു, വിച്ച് മീൻസ് ടാക്സ് പോയത് എവിടെ നിന്നാണ്? ഇപ്പോ സാറിന്റെ പോയിന്റ് നിന്നാണ്. ഇനിഷ്യലി എന്റെ തരായിരുന്നു ടാക്സ് ബർഡൻ. when I sold that item to another person, എന്റെ ബർഡൻ അടുത്ത ആളിലേക്ക് പോയി. സോ വിച്ച് മീൻസ് ടാക്സ് ബർഡൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്ട് ടാക്സ്. സോ ആൻസർ എന്താ? only 3. B is the. Then which of the following is a type of direct tax? Answer income tax ആണ്. കാരണം എന്താ? ബാക്കിയുള്ള എല്ലാ ടാക്സും ഇൻഡയറക്ട് ടാക്സ് ആണ്. ചോദ്യം എന്താ? which of the following is a direct or പ്രത്യക്ഷ നികുതി എന്നാണ്. Answer is A. Then consider the statements regarding national income estimation in India. ഇന്ത്യയിലെ ദേശീയ വരുമാനം ആദ്യമായി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ദാദാബായ് നവറോജിയാണ്. അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിരുന്നു, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ആ ബുക്കിലാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി ദാദാബായ് നവറോജി എസ്റ്റിമേറ്റ് ചെയ്തത്. അതിനുശേഷം പല എക്കണോമിസ്റ്റുകളും ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ ഇന്ത്യയിലെ ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യയും പെർ ക്യാപിറ്റ ഇൻകവും എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിൽ ആദ്യമായി ഒരു സയന്റിഫിക് എസ്റ്റിമേറ്റ് നടത്തുന്നത്. ദ ഫസ്റ്റ് പേഴ്സൺ ടു മേക്ക് എ സയന്റിഫിക് എസ്റ്റിമേറ്റ് ഓഫ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ഈസ് പ്രൊഫസർ VKRV Rao ആണ്. These are some facts to be studied and I have given the note in the slide. ഞാൻ നോട്ട് ഇട്ടിട്ടുണ്ട്, എന്ത് ചെയ്യുക, അത് പഠിക്കുക. ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഫസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം RC ദത്ത് അല്ല, ദാദാബായ് നവറോജി ആണ്. ദെൻ സയന്റിഫിക് എസ്റ്റിമേറ്റ് നടത്തുന്നത് VKRV Rao ആണ്. ആൻസർ ഈസ് 2 only. And you can see the estimates made by different economists. പല എക്കണോമിസ്റ്റുകൾ നൽകിയ എസ്റ്റിമേറ്റും അതിന്റെ വാല്യൂ ആണ് പറയുന്നത്. ഫസ്റ്റ് നടത്തുന്നത് ദാദാബായ് നവറോജി. Then which of the following statements regarding Gini coefficient is or are correct? Gini coefficient is calculated using Laffer curve. ആണോ? അല്ലല്ലോ, ലോറൻസ് കർവ് ആണ്. It measures inequality in income distribution. ശരിയാണ്. If Gini coefficient is 0, it indicates a perfect egalitarian society. ആണല്ലോ. 0 ആണെങ്കിൽ egalitarian means equality ഉള്ള സൊസൈറ്റി ആണ്. ഇക്വാലിറ്റി ഉള്ള സൊസൈറ്റി. So when Gini coefficient is 0, it indicates that there is perfect equality. So answer എന്താ? 2 ശരിയാണ്, 3 ശരിയാണ്. 2 and 3 only. B is the right answer. So that's all. Abhyaas 3. I hope it's clear for everyone. എല്ലാവർക്കും ക്ലിയർ ആയോ? എങ്കിൽ we can end today's session. So we'll be having Abhyaas 5 in the next week. Be prepared. Abhyaas 5 ഉണ്ടാവും. And the topic is budget ആണ്. Indian government budgeting ആണ്. Abhyaas 4 കഴിഞ്ഞു ഓൾറെഡി. Indian budgeting ഫസ്റ്റ് പാർട്ട് ആയിരുന്നു. ആൻഡ് Abhyaas 5 പാർട്ട് 2 ആയിരിക്കും. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത, കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ വരും. അതുപോലെ നെക്സ്റ്റ് ഡേ, നാളെ നമുക്ക് ക്ലാസ് ഇല്ല. So tomorrow will be a holiday for you. And our next class will be resuming. Our class will be resuming either on Sunday or on Monday or Tuesday. ഞാൻ ഡേറ്റ് ചെയ്യാൻ അറിയിക്കാം.
സൺഡേ മിക്കതും കാണത്തില്ല. ട്യൂസ്ഡേനെ കൂട്ടിക്കോ. മൺഡേ ട്യൂസ്ഡേ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ വിൽ കൺഫേം ദ ടൈം ടേബിൾ ബൈ സൺഡേ. നമുക്ക് എന്നാ എൻഡ് ചെയ്യാം. Shall I end the session? നോക്കട്ടെ. ടാറ്റ.